ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ആ കുളത്തിൽ ഇറങ്ങി തന്നെ ഇപ്പോൾ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ടെലിഫോണിൽ ചേരുന്നുണ്ട്. MLA കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഇതിനോടകം എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? അല്ല, അത് പിന്നെന്താണ്, ഒരു കമ്പനിയുടെ സാധനങ്ങൾ, ഫുഡ് സ്റ്റഫിന്റെ സാധനങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ലോറിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അത് റോഡ് സൈഡിലുള്ള ഒരു വലിയ കോറിയിലേക്കാണ് വീണത്. വളരെ ആഴമുള്ള ഒരു കോറിയാണ്. ഒരാളതിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സുകാരും മുങ്ങൽ വിദഗ്ധരും ഇറങ്ങി നോക്കുമ്പോൾ ഒരാളതിൽ ഉണ്ടെന്നാണ് അവരുടെ അനുമാനം. ഏതായാലും അത് എടുക്കണമെങ്കിൽ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയേ തീരൂ എന്നറിയുന്നു. ഏതായാലും ബന്ധപ്പെട്ട അധികൃതരെയൊക്കെ അറിയിക്കാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 1:10 നടന്ന അപകടമാണ്. ഇത്രയും നേരം ക്രെയിൻ എത്തിയിരുന്നില്ല. അതായത് ഇപ്പോൾ അപ്ഡേറ്റ് വരുന്നു, ക്രെയിൻ എത്തി എന്ന് പറയുന്നു. അതിവേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുമല്ലോ അല്ലേ? അതെ, അതിവേഗത്തിൽ നടക്കും. ഇതിപ്പോ ആരുടെ കീഴിലുള്ള കോറിയാണ്? പ്രൈവറ്റ് സ്ഥലമാണ്. അവിടെ ഒരു ബോർഡ് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുൻപും ഇരുചക്രവാഹനമൊക്കെ അപകടത്തിൽപ്പെട്ട സ്ഥലമാണെന്നാണ് കേൾക്കുന്നത്. ഒരുപാടേറെ അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ പറയാ, അതിന് സൈൻ ബോർഡൊന്നുമില്ല. പ്രൈവറ്റ് സ്ഥലമാണ്, പ്രൈവറ്റ് കോറിയാണ്. വളരെ കാലമായി നിലവിലുള്ള ഒരു കോറിയുമാണ്. ഇതൊരു ബോർഡോ ഒരു കൈവരിയോ ഒന്നുമില്ലാത്തൊരു സാഹചര്യം, ഇങ്ങനെയൊക്കെ നടപടികൾ ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവേണ്ടതാണ്, തീർച്ചയായും. അതല്ല, റോഡ് സൈഡിലാവുമ്പോൾ സ്വാഭാവികമായും അതിനാവശ്യമായ ഒരു ഫെൻസിങ് ഒക്കെ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അത് പഞ്ചായത്ത് അധികൃതരുമായും ബന്ധപ്പെട്ട ആളുകളുമായൊക്കെ സംസാരിച്ച് അടിയന്തര നടപടി എടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നടപടി സ്വീകരിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. തിരൂർ മണ്ഡലത്തിലാണ്, ആദവനാട് പഞ്ചായത്തിലാണ്. ശരി, എന്തായാലും രക്ഷാപ്രവർത്തനം വേഗം നടക്കുമെന്നാണ് ഇനി കരുതുന്നത്. ക്രെയിൻ എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ.